മോക്ക് പോവാൻ നേരായി കേട്ടാ. അവളെ കുളിപ്പിക്കുന്നേ. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കാണുന്നില്ലേ സുഖേട്ടൻ? രാവിലെ 5:30 തുടങ്ങിയ യുദ്ധ. ഈ നശിച്ച പൈപ്പിൽ നിന്ന് വെള്ളവും വരുന്നില്ല. ശൈലജയുടെ ലീവ് കഴിഞ്ഞു അത്രേ. അവൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തയക്കണ്ടേ? മോളെ എന്നെ സുഖേട്ടൻ തന്നെ കുളിപ്പിക്കും. ദിവ്യേ, മോള് വാ, അച്ഛൻ കുളിപ്പിക്കാം. വേണ്ട, അമ്മ കുളിപ്പിച്ചാ മതി. അമ്മയ്ക്ക് ജോലിയുണ്ട്, ഞാൻ കുളിപ്പിച്ചരാ. വേണ്ട, ഇവിടെ വരാനാ പറഞ്ഞു. ഞാൻ മോളെ കുളിപ്പിക്കാൻ, അല്ലാതെ മനഃപൂർവ്വം ഇത് കാണാൻ വേണ്ടി വന്നതല്ല. അല്ല, ഞങ്ങളും വേറൊന്നുമില്ല. പൊട്ട് മോളെ, മോളെന്തിനാ ഇങ്ങോട്ട് തന്നെ ഓടി വന്നത്? ഈ വീട്ടിൽ വേറെ എത്ര മുറികളുണ്ട്? അച്ഛൻ എന്നെ കുളിപ്പിക്കണ്ട. വേണ്ട, മോളെ ഒന്ന് അമ്മയോട് കുളിപ്പിച്ചു പറ. ചെല്ലേ. അയ്യേ, സുഖേട്ടൻ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഓ, എന്ത് വിചാരിക്കാനാ? ഞാൻ തൊട്ടോളാം. വേണ്ട വേണ്ട, ഇനി ഞാൻ തന്നെ കുടിച്ചരാം. മോളെ ശൈൽ, അല്ല, മോക്ക് കൊണ്ടുപോവാൻ ചോറിൽ ഇത്തിരി തൈര് ഒഴിക്കട്ടെ ചോദിക്കാൻ വന്നതാ. തൈര് വേണ്ടമ്മേ. അല്ല, പൊട്ട് തൊടിക്കാൻ വേണ്ടിട്ടുള്ള ഒന്നുമില്ലെന്നേ. ഞാൻ തൊട്ടോളാം. ഞാൻ തുടിച്ചത് വേണ്ട, ഞാൻ തൊട്ടോളാം. മോളെ തൈര് ഒഴിക്കണ്ട കേട്ടോ. നീ ചമ്മന്തി അരച്ചോടി. ഇല്ല. പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയി ആ തേങ്ങ ഒന്ന് തിരികെ. പുറപ്പെട്ടു. ആ, ഇതൊക്കെ ഞാൻ എടുത്തോളായിരുന്നല്ലോ. ആ, പിന്നെ ഞാനെന്തിനാ ഇവിടെ? മുഴുവനും കഴിക്കണം കേട്ടോ. ഒരു പേരിന് എന്തെങ്കിലും വേണോന്നുള്ള എനിക്ക്. ആ, അതൊന്നും പറ്റില്ല ഇവിടെ. ശൈലജ അച്ഛനമ്മ എന്നോടല്ലേ ചോദിക്ക. ഈ സാരി ശൈലജയ്ക്ക് നല്ല ചേർച്ച. ഓ, ഇത് എത്ര പവനുണ്ട് ശൈലജ? ഒരു 3 പവൻ കാണും. നന്നായിരിക്കുന്നു. ഈ കറുത്ത മണി ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാ എന്റെ ഭംഗി. എനിക്ക് പിന്നെ ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല. താല്പര്യമില്ലാത്തോണ്ടാ. ഈ സ്വർണ്ണമാലകൾ കഴുത്തിൽ ഞാത്തിട്ട് നടക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടല്ല. സുഖേട്ടന്റെ നിർബന്ധം കൊണ്ട് അതൊക്കെ ഇടുന്നത് തന്നെ. എന്റെ ആഭരണങ്ങളൊക്കെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. എനിക്കും ആഭരണങ്ങളിൽ വലിയ കമ്പൊന്നുമില്ല. വരട്ടെ ചേച്ചി, വൈകിട്ട് കാണാം. നിന്നെ കാത്തുനിന്ന് ഞാൻ വൈകി. പ്രകാശ് ഏജൻസിക്കാര് ചരക്കിറക്കാൻ വരുന്ന ദിവസാ. വന്നിട്ട് പോയാവോ? ആരാ പറഞ്ഞു എന്നെ കാത്തു നിൽക്കാൻ? ഓഹോ, അപ്പൊ അങ്ങനെയായോ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ബാങ്കിൽ പോകുന്നതാണല്ലോ എന്ന് കരുതി ഒന്ന് ബസ് കയറ്റിവിടാന്ന് വിചാരിച്ചു. എന്താ തെറ്റായി പോയോ? കല്യാണം കഴിഞ്ഞാലെങ്കിലും എന്റെ പുറകെയുള്ള നടപ്പ് അവസാനിപ്പിക്കുമെന്ന് കരുതി. എങ്ങനെ 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 ഒന്നുകൂടി നോക്കിയേ. അയ്യടാ, കോളേജ് നാടകത്തിലെ വേർപാടിന്റെ സീനില് നീ എന്നെ കയറി ഒരു പിടി പിടിച്ച് ഞെരുക്കിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? നാടകത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അത് സീൻ നന്നാവാൻ വേണ്ടി ചെയ്തല്ലേ. ഒന്നുമല്ല, മനഃപൂർവ്വം തന്നെയാ. അതിനു മുമ്പ് തന്നെ നിന്റെ നോട്ടവും കളികളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സത്യം പറയല്ലോ, നിനക്ക് എന്നോട് കലശലായ പ്രേമമായിരുന്നു. ആദ്യം കത്തയച്ചാരാ? ഞാനോ നീയോ? അതിപ്പോ പറ. നീയല്ലേ? കത്ത് നേരിട്ട് തരാൻ ഭയന്നിട്ട് കോളേജ് ക്യാന്റീന്റെ മുമ്പിലുള്ള ചവക്കുമരത്തിന് താഴെ കത്ത് ചുരുട്ടിയിട്ടിട്ട് അതൊന്ന് എടുക്കോന്ന് പറയുമ്പോ നിന്റെ മേലാകെ വിറക്കിയായിരുന്നില്ലേ മോളെ? ഞാനോ? അല്ല, നിന്റെ ചേച്ചി. അയ്യടാ, പുറകടന്നു പോലും. ബസ് വരുന്നവരെ ഞാൻ നിൽക്കണോ? വേണ്ട, കട തുറക്കാൻ വൈകില്ലേ? അത് നീ പറഞ്ഞാ ഞാൻ നിൽക്കാം. വേണ്ട, രാത്രി നേരത്തെ വന്നാ മതി. ബസ്സിൽ കയറി അന്യപുരുഷന്മാരുടെ മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്താ കൊന്നുകളെ ഞാൻ. ആ പ്രകാശ് ഏജൻസിക്കാർ വന്നോ? വരികയും ചെയ്തു, പോവുകയും ചെയ്തു. ഇത്ര നേരത്തെയോ? കഷ്ടമായല്ലോ. ഇന്നിനി തുറക്കാൻ പരിപാടിയില്ലെന്നാ ഞാൻ വിചാരിച്ചത്. വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നേ. ആ പരിമള സോപ്പ് കാര്യം വന്നിരുന്നു കേട്ടോ. ആ സോപ്പിന് വേണ്ട, അത് വിറ്റാ നാട്ടുകാർ കൈവയ്ക്കും. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇയാൾ എവിടെ പോയി കിടക്കുമായിരുന്നു? ഒരു ലീവ് ലെറ്റർ തന്നാൽ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള മനോഭാവമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
സാറിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല, അനുജന്റെ കല്യാണം ആയതുകൊണ്ട് അത്. ഇടയ്ക്കൊന്ന് വർക്ക് സ്പോട്ട് ചെന്ന് നോക്കിയാൽ കല്യാണം മുടങ്ങി പോകും. ആ സാമുവൽ ടവേഴ്സിന്റെ എക്സ്റ്റൻഷന് ട്രെഞ്ച് എടുത്ത് വെച്ചാൽ നോക്ക്. എത്ര അടുത്ത് തുടങ്ങിയിരുന്നത്? അത് 1 മീറ്റർ ആണല്ലോ. ഇപ്പൊ എത്രയാ കുഴിച്ചിരിക്കുന്നതെന്ന് അറിയാം? നിയർലി 2 മീറ്റേഴ്സ് ആയപ്പോ ഞാൻ കണ്ടു. അല്ലെങ്കിൽ അതിലും കൂടുതൽ കുഴിച്ചേനെ. സാർ, കുഞ്ഞനന്ത മേസ്ത്രിയോട് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. തനിക്കറിയില്ലല്ലോ അവനൊരു ഫൂളാണെന്ന്. താൻ നിന്ന് ചെയ്യിക്കണ്ടേ? സാർ, ഞാൻ 100 വട്ടം പറഞ്ഞതാണ്. ഒരു കാര്യമില്ല. ആ മെയിൻ സ്ട്രക്ചറിന്റെ സീലിംഗിന്റെ സിമ്മം പ്രൊപ്പോർഷൻ വളരെ കൂടുതലാണെന്നാ തോന്നുന്നത്. ഞാൻ ആ മേസ്ത്രിയെ ചവിട്ടി പുറത്താക്കും. ശരിക്കും വേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മളത് ചെയ്താൽ അയാൾ ലേബേഴ്സിനെ കൊണ്ട് പോകും. നമുക്ക് ആവശ്യത്തിന് ലേബേഴ്സിനെ കിട്ടാത്ത സമയമാണ്. അയാൾക്ക് ശരിക്കും ഞാനൊരു ഡോസ് കൊടുത്തേക്കാം. സാർ, ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ചതിന്റെ ബില്ലുകൾ. താൻ ആ മേസ്ത്രിയെ പോയി ശരിപ്പെടുത്തും. അവനോട് നഷ്ടം തരാൻ പറ. ശരി സാർ. എടോ, ആ കുഞ്ഞനന്ത മേസ്ത്രി എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു സർ. ഇവന്റെ ഒക്കെ തലയെ കളിമണ്ണാണോ? 2 ദിവസം ഞാനൊന്ന് മാറിയപ്പോഴേക്ക് ഇതാണ് സ്ഥിതിയെങ്കിലേ ഇവനൊക്കെ മേസ്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിന്? കുഞ്ഞനന്ത, നിക്കടോ ഇവിടെ, നിക്കടോ. സാറായിരുന്നു കല്യാണമൊക്കെ വകയായിട്ട് നടന്നല്ലോ. എടോ, താൻ മനുഷ്യനോ കഴുതിയോ? കഴുത 1 മീറ്ററെ ട്രഞ്ച് വേണ്ടൂന്ന് ഞാൻ പറഞ്ഞത് തന്റെ മരത്തലക്കകത്ത് കേറിയില്ലേ? ഈ 2 മീറ്റർ നിറക്കാൻ മെറ്റലും സിമെന്റും ആര് തരും? സാധാരണ മെറ്റലും സിമെന്റും ദാമോദരം പിള്ളേർ ഇറക്കുന്നത് അയാൾ തരും. ആ അധിക ചെലവ് താൻ വഹിക്കുമെന്നാ ചോദിച്ചത്. അത് എന്റെ അടുത്ത് അവിടെ കാശാണ്. കാശില്ലേ പിന്നെ തന്നെ പണ്ടാരടക്കാൻ ഇങ്ങനെ ഒരു ട്രഞ്ച് എടുത്തു തരും? പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സീലിംഗ് കോൺക്രീറ്റിൽ തനിക്ക് തോന്നിയത് പോലെയാണോ സിമെന്റ് ഉപയോഗിക്കുന്നത്? കുറച്ച് കൂടിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അത്രയൊക്കെ വേണ്ട സാർ. എടോ, ISI സ്പെസിഫിക്കേഷന്റെ അപ്പുറത്തുള്ള പണിയൊന്നും ഇവിടെ വേണ്ട. ഞാനിവിടെ സൂപ്പർവൈസറായി പണിയെടുക്കുന്നത് തന്റെ തോന്നിയാസം കണ്ട് ചുമ്മാ നിൽക്കാനല്ല. 1 to 4 പ്രപ്പോർഷൻ മതി. മനസ്സിലായോ? മാറില്ലല്ലോ? ഇല്ല. പിന്നെ ആ ദാമോദരം ഉള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? താൻ പറയടോ. അല്ലേ വേണ്ട, പിന്നെ പറയാം. പറയാൻ ഗുണമുള്ള കാര്യാണ്. വേണ്ട, പിന്നെ പറയാം. ആഭരണം എഴുതിയോ? എഴുതി ചേച്ചി. ഇനി മതി. പോരാ പോരാ, 10 വാക്കുകൂടി എഴുതാതെ നിന്നെ അനങ്ങം വിടില്ല. ഇപ്പൊ തന്നെ 15 വാക്കായി ചേച്ചി. ഇനി മതി. ഇനി നാളെ എഴുതാം. ചേച്ചി ഒരു വടി എടുത്തോണ്ടെങ്കിൽ വന്നേ. ഈ കുട്ടി പറഞ്ഞത് അനുസരിക്കുന്നില്ല. നല്ല കിഴക്ക് കൊടുക്ക് പ്രീതി. ദിവ്യമോള് ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ. ആണോ? വീട്ടിൽ വന്നാ പഠിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി, അപ്പൊ ബൈഹാർട്ടാവും. നല്ല ബുദ്ധിയാ. അല്ല, ഇതിലിപ്പോ അതിശയൊന്നുമില്ല. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിട്ടാ ഞാനും പഠിച്ചോണ്ടിരുന്നത്. ആണോ? എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അച്ഛന്റെ തല്ല് ചില്ലറയൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. എന്റെ അച്ഛൻ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടറാവാൻ ഇഷ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ല, അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മയ്ക്ക് അസുഖം വന്ന് കിടപ്പിലായത്. എന്നിട്ട് ഏതൊരു പഠിച്ചു? അത് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ, അതുകൊണ്ടാ SSLC തോറ്റുപോയത്. എന്നിട്ട് തേങ്ങ എത്രയും മതി കേട്ടോ. SSLC പിന്നെ എഴുതിയില്ലേ? മോഹനം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആഹാ, ഇന്നലെ 8:30 വന്നു. ഇന്നിപ്പോ 8 ആയില്ല. ഈ നിലയ്ക്ക് പോയാൽ കുറെ കഴിയുമ്പോൾ ചേട്ടൻ കട തുറക്കാതാവോ? മുഴുവനോടങ്ങ് വിഴുകളരുത്. പാരീസ് ആണോ? അല്ല, ലണ്ടൻ. അയ്യേ, കമ്പനിയുടെ പേരറിഞ്ഞാലേ മിഠായിന്നു. ഒരാളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് കണ്ടുനട്ട് ഇരിപ്പായിരുന്നു. പാതിരാത്രി കഴിഞ്ഞാലും വീട്ടിൽ വരാത്ത ആളിപ്പോ എന്ത് കൃത്യമായിട്ട് ഹാജരാവുന്നത്. മതിയടി, മതി മതി. ഒരുപാട് കൊഞ്ചല്ലേ. ഈ മിടുക്ക് നീ പരീക്ഷ എന്നിൽ കാണിച്ചായിരുന്നെങ്കിൽ പണ്ടേ നീ പ്രീഡിഗ്രി പാസ്സായി പോലായിരുന്നോ? മതി. ചായ വേണോ മോന്? വേണ്ട ചേച്ചി. ഇവൻ കടയിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടുക്കള കയറാത്തത്. മല്ലി ഉറക്കല്, തേങ്ങാ ചെരവല്, ചേച്ചി ചേച്ചിന്ന് വിളിച്ചോണ്ട് എപ്പോഴും അടുക്കളയിൽ തന്നെ. ഇവന്റെ കാര്യം കേട്ടാ ഭയങ്കര രസമാ. മാമ്പഴം കണ്ടാ ബാക്കി വെച്ചേക്കില്ല. ഒരിക്കൽ എന്റെ അച്ഛൻ ഒരു ചാക്ക് നിറയെ മാങ്ങ കൊണ്ടുവന്നു. ഞാനത് പഴുക്കാൻ 10 വെച്ചു. 3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ മാങ്ങ മുക്കാലും തീർന്നിരിക്കുന്നു.
പഴുക്കണേന് മുമ്പ് മൂപ്പരടിച്ച് വീശി. സുഖമായിട്ട് വന്നില്ലേ ചേച്ചി? കുളിക്കുക. 3 മാസം കഴിഞ്ഞാ എനിക്ക് ചിലപ്പോ പ്രൊമോഷൻ കിട്ടും. ആഹാ കൊള്ളാലോ. നീ എന്റെ കയ്യിൽ വന്ന് പെട്ടതിന്റെ ഐശ്വര്യം കണ്ടോ? സർവീസിന്റെ അടിസ്ഥാനത്തിലാ. അല്ലേലും കല്യാണം തന്നെ നിനക്ക് കിട്ടിയൊരു പ്രൊമോഷൻ അല്ലേ? എന്നുവെച്ചാ വെറും ഒരു കാമുകിയുടെ പോസ്റ്റിൽ നിന്നും ഭാര്യയുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ. ഭയങ്കര പ്രൊമോഷനാ. എന്റെ ഭർത്താവ് ഒരു പലചരക്കടക്കാരനാണെന്ന് പറയാൻ തന്നെ നാണാവുന്നു. നാണത്തോടങ്ങ് പറഞ്ഞാ മതി. നിനക്കൊരു മാസം ബാങ്കിൽ നിന്ന് കിട്ടുന്നത് 10 ദിവസം കൊണ്ട് കടയിൽ നിന്നേ ഉണ്ടാക്കും. ചേച്ചി എങ്ങനുണ്ട്? എന്നോട് വലിയ സ്നേഹ. എന്തേ? ഒന്നുമില്ല, സോപ്പിട്ടൊക്കെ നിന്നോണം. ഏയ് ചേച്ചി പാവാ. ഡോക്ടർ ആവാൻ കഴിയാത്തതില് ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. ഡോക്ടറോ? ആരവരോ? ആ, പഠിത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്രേ. ഓ, അപ്പൊ ചേച്ചി ശരിക്കും വെച്ച് താങ്ങുന്നുണ്ടല്ലേ? വെച്ച് താങ്ങുന്നോ? എടി മണ്ടൂസേ, കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എന്തുമാത്രം ശ്രമിച്ചെന്നോ ഇവരെ കൊണ്ടൊന്ന് SLC ജയിപ്പിക്കാൻ. ഒരു തവണ എഴുതി ആ മാട്രിക്സ് ഞാൻ കണ്ടതാ. ഇംഗ്ലീഷിന് 13, കണക്കിന് 19, ഹിന്ദിക്ക് 6. നല്ല ഡോക്ടർ. അത് ശരി. നീ ഒന്നും ചെന്ന് അവരോട് പറയരുത്. ഏയ് എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഖേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഖേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനം കുറെ നാൾ പുറകെ നടന്നതല്ലേ, പിന്നെ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ കാണാതിരിക്കൂ. ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. സുഖേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഖേട്ടന്റെ ഓഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഈ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഖേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്ക. കരിമണിയോ? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട്. ഇത്തിരി കൂടി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം. അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ. ആലോചിക്കാന്നേ, നീ ചെല്ല്. മതി മോളെ, ഇനി നിങ്ങളും കൂടി ഇരുന്നോ? വേണ്ടമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അയ്യോ മതി മതി മതി. ചേട്ടൻ ഡയറ്റിങ്ങിലൊന്നും അല്ലല്ലോ. നിന്റെ ഈ ആക്രമണം എന്നെ പരിപൂർണ ഡയറ്റിങ്ങിലേക്ക് നയിക്കും. ഇതല്ലേ അത്? കാഞ്ചന, ഈ മാതിരി മാലയാണോ? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? എന്താ ചേട്ടനൊരെണ്ണം മേടിച്ച് കഴുത്തിലിടുന്നുണ്ടോ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചേരണമെന്ന്? ഞാനോ? ഈ മാല കണ്ടിട്ടാണ് നിനക്ക് കാലളിയതല്ലേ? ഇവക്കുണ്ടല്ല എപ്പോഴും സ്വർണം സ്വർണം എന്നുള്ള പ്രാന്ത. സ്വർണം മാത്രമല്ല, സാരിയും. വെറുതെ എന്നിട്ട് വാര്യ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതാ. പോടാ അവിടുന്ന്. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. എന്തു പറ്റി? കരിമണി മാല വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? കരിമണിയും കുടമണിയൊന്നും വേണ്ട. എനിക്ക് സ്വർണ്ണഭ്രാന്താത്ര. പിന്നെ 100 പവന്റെ സ്വർണ്ണം വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടി എന്റെ കഴുത്തിലിട്ട് തന്നിരിക്കല്ലേ. ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ചു തന്നാ നീ വേണ്ടെന്ന് പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു. സ്റ്റീൽ ഗേറ്റിന്റെ ഡിസൈൻ കിട്ടിയോ? ഇല്ല സർ. അല്പം ഓർണമെന്റൽ ആയിക്കോട്ടെ.
എവിടെയാ നിങ്ങള് ലോഡ് ഇറക്കിയോ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തും. എത്തണം. പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതിയോ? പോരാ, നാളെ ഉച്ചക്കുമ്പ് വേണം. പരമാവധി ശ്രമിക്കാം. പിന്നെ എന്താ പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ? ഇല്ല. കുഞ്ഞനെന്താ മേശിരി വല്ലതും പറഞ്ഞു? ഇല്ല, എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാൻ തോന്നി. എന്ത്? അത് ആ കുഞ്ഞനെന്താ പറയും, ഞാൻ അങ്ങോട്ട് മാറിയിട്ടെ. എന്താണ് സാറേ, ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിനൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ളപ്പിള്ള? ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ചോ പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവൻ. അമ്മണി ഇതും കൂടെ ഉണ്ട് കേട്ടോ. ആ, എല്ലാവർക്കും കല്യാണ സദ്യയെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗെയിമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലാത്രേ. പുതിയ മരുമോള് ജോലിക്ക് പോയോ? പോയി. ഈ കാലത്ത് ജോലിയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുകയെന്ന് വെച്ചാ ഭാഗ്യം തന്നെയാ. അല്ല, മോഹൻ അല്ലെങ്കിലും ഭാഗ്യമുള്ളവനെന്ന് വെച്ചോളൂ. നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ. ആ കുട്ടിയുടെ ആങ്ങള ദുബായിലാണല്ലേ? അതെ. പക്ഷെ പണത്തിന്റെയോ പഠിപ്പിന്റെയോ ഒരു അഹങ്കാരവും ആ കുട്ടിയുടെ മുഖത്തില്ല. എന്തൊരു ഐശ്വര്യം! ആ കണ്ണും ആ മുടിയും ഉള്ളത് പറയാലോ. ഇത്ര അഴകുള്ളൊരു പെൺകുട്ടി ഈ ചുറ്റുവട്ടത്ത് എങ്ങുമില്ല. എല്ലാരും അത് തന്നെയാ പറയുന്നത്. ആ. എല്ലാം ഒരു യോഗ അമ്മണി. ഞാൻ അത്ര കണക്കാക്കിട്ടുള്ളൂ. അതെ, അലക്കി അലക്കി നിങ്ങൾ സുഖേട്ടന്റെ പുതിയൊരു പാന്റ് കീറി. എപ്പോ? ഓർമ്മയുണ്ടാവില്ലല്ലോ. കാരണം ചെയ്യുന്ന പണി ശ്രദ്ധ വേണ്ടേ? വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെ കീറാണ്ടിരിക്കുക? പണി എടുക്കാമെന്നാ പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളയല്ല വേണ്ടത്. പയ്യക്ക് വരണ്ടാന്നേ. ഒരാൾ കാണാമെന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ മറന്നല്ലേ? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അബുദാബിക്ക് പോകുമ്പോ വീട്ടിൽ വന്ന് ചക്കവരട്ടി കളക്ട് ചെയ്തിരുന്നു, കുട്ടിയുടെ ബ്രദർ പ്രകാശിന് കൊടുക്കാൻ. ഓ, ഭാസുരചന്ദ്രൻ. ഓർമ്മയുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ കല്യാണത്തിന് ഗ്രീറ്റിംഗ് നമ്പർ 8 ഞാൻ ഒരെണ്ണം അടിച്ചിരുന്നു. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. ആക്ച്വലി ഞാനിപ്പോ നാട്ടിൽ ഉണ്ടായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായി പോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കൊന്ന് വീണ്ടും നാട്ടിൽ വന്നതാ. ഈ സാധന സാമഗ്രികളൊക്കെ കുട്ടിക്ക് തരാൻ പ്രകാശം തന്നയച്ചതാ. VCR-ഉം സാരികളും പിന്നെന്തൊക്കെയുണ്ട്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കാറേ ഇല്ല. എന്നാ വരട്ടെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ. അത് മാത്രം പറയരുത് പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിർത്താതെ ഓടിയാലേ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റൂ. അതൊക്കെ കഴിയുമ്പോഴേക്കും ലീവ് തീരും. പിന്നെ തിരിച്ചു പോകുമ്പോ ഇതേപോലെ വലിയൊരു ലോഡ് അങ്ങോട്ടും ചുമക്കാനുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് പതിവാ, വെരി കോമൺ. പ്രകാശേട്ടൻ ഇനി അടുത്തൊന്നും നാട്ടിലേക്കില്ലേ? അത് കുട്ടി കത്തെഴുതി ചോദിച്ചോളൂ. കൂടുതൽ കുശല പ്രശ്നത്തിനൊന്നും നേരമില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലെ 2 വാക്കെങ്കിലും പറയണ്ടേ? ഇത് കിട്ടിയ വിവരത്തിന് കത്തയക്കണം കേട്ടോ. Again, let me personally wish you greeting number 8. Happy and prosperous. Okay? Okay.